ഹലോ പ്രിയപ്പെട്ടവരെ, എല്ലാവർക്കും വീണ്ടും നമസ്കാരം. +2 അക്കൗണ്ടൻസി പാർട്ട്ണർഷിപ്പ് അക്കൗണ്ടൻസിയുടെ 10ാമത്തെ അല്ല 11ാമത്തെ ക്ലാസ് ആണ് ഇന്ന് നടക്കാൻ പോകുന്നത്. കഴിഞ്ഞ 2 ക്ലാസ്സുകളിൽ നമ്മൾ ഗുഡ്വിൽ കാൽക്കുലേഷൻ രീതികളെ കുറിച്ചാണ് പഠിച്ചുകൊണ്ടിരിക്കുന്നത്. ഗുഡ്വിൽ 2 തരത്തിൽ കാൽക്കുലേറ്റ് ചെയ്യുന്നത് ഓൾറെഡി പഠിച്ചു കഴിഞ്ഞു. ആവറേജ് പ്രോഫിറ്റ് മെത്തേഡാണ് ഒന്നാമത്തത്, രണ്ടാമത്തെ വെയ്റ്റഡ് ആവറേജ് പ്രോഫിറ്റ് ആണ്, അതും നമ്മൾ കൃത്യമായിട്ട് പഠിച്ചു. ഇന്ന് 3ാമത്തെ ഏറ്റവും പ്രധാനപ്പെട്ടതായിട്ടുള്ള 4 മാർക്കിന് ചോദിക്കാൻ എക്സ്പെക്ട് നമുക്ക് ചെയ്യാൻ പറ്റുന്ന മെത്തേഡ് സൂപ്പർ പ്രോഫിറ്റ് മെത്തേഡ്. അപ്പോൾ സൂപ്പർ പ്രോഫിറ്റ് മെത്തേഡ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതിനൊരു 4 സ്റ്റെപ്പ് കാൽക്കുലേഷൻ നമുക്ക് ആവശ്യമുണ്ട്. ആദ്യം നമ്മൾ നോർമൽ പ്രോഫിറ്റ് എത്രയാണെന്ന് കണ്ടുപിടിക്കുക. ആ നോർമലിനേക്കാളും എക്സ്ട്രാ അധികമായിട്ട് വരുന്നതിനാണ് നമ്മൾ സൂപ്പർ എന്ന് പറയുക. നമ്മളൊരു സംഗതി സൂപ്പർ എന്ന് പറയപ്പെടാം നമ്മൾ പ്രതീക്ഷിച്ചതിനേക്കാളും മുകളിലോട്ട് കാര്യങ്ങൾ പോകുമ്പോഴല്ലേ. അപ്പൊ നമ്മൾ പ്രതീക്ഷിച്ചത് ഒരു നിശ്ചിത സംഖ്യ പ്രോഫിറ്റ് കിട്ടുന്നതാണ്. അപ്പോൾ ആ നിശ്ചിത സംഖ്യയുടെ മുകളിലോട്ട് പ്രോഫിറ്റ് കിട്ടുമ്പോൾ ആ എക്സ്ട്രാ കിട്ടിയതിനെ നമ്മൾ സൂപ്പർ എന്ന് പറയും. ആ സൂപ്പർ പ്രോഫിറ്റിനെ ഒരു നിശ്ചിത വർഷത്തേക്കും കൂടെ അത് കണ്ടിന്യൂ ചെയ്യും എന്നുള്ള ഒരു അസംഷൻ നമ്മൾ എടുക്കുന്നു. അതായത് അടുത്ത 5 വർഷത്തേക്കും കൂടി അല്ലെങ്കിൽ അടുത്ത 3 വർഷത്തേക്കും കൂടി ആ സൂപ്പർ പ്രോഫിറ്റ് നമുക്ക് എക്സ്പെക്ട് ചെയ്യാം. അങ്ങനെയാവുമ്പോൾ ആ 5 വർഷത്തിനെ മൾട്ടിപ്ലൈ ചെയ്യുക ഈ സൂപ്പർ പ്രോഫിറ്റ് കൊണ്ട്. ആ സൂപ്പർ പ്രോഫിറ്റ് ഇൻറ്റു 5. അപ്പോൾ സ്വാഭാവികമായിട്ടും അതിനെ നമുക്ക് ഗുഡ്വിൽ എന്ന് വിളിക്കാം. ഇത് ഞാനിപ്പോൾ ഇങ്ങനെ പറഞ്ഞാൽ നിങ്ങൾക്ക് മനസ്സിലാവില്ല, പെട്ടെന്ന് കണക്കിലേക്ക് പോയി കഴിഞ്ഞാൽ എളുപ്പം മനസ്സിലാവും. ഞാനൊരു ക്വസ്റ്റ്യൻ ഇവിടെ കാണിക്കാം, നിങ്ങൾ എന്ത് ചെയ്യണം, ആ ക്വസ്റ്റ്യൻ കൃത്യമായിട്ട് എഴുതി എടുക്കുക. ഓക്കെ, ശരി, നിങ്ങൾ ഇവിടെ നോക്ക്, ഇതാണ് ക്വസ്റ്റ്യൻ. 2020 35,000 ലാഭം കിട്ടിയ ഒരു ബിസിനസ്, അതുപോലെ 2021 45 ആണ്, 22 32 ആണ്, 23 28 24 20,000 ആണ്. ഇങ്ങനെയാണ് ഒരു ബിസിനസിന്റെ ലാഭത്തിന്റെ പ്രോഫിറ്റിന്റെ ഒരു കണക്ക്. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യുന്നുണ്ട്, ഈ ബിസിനസ്സിലേക്ക് മുടക്കിയത് 2,50,000 രൂപയാണ്. നമ്മൾ അതിൽ നിന്ന് എക്സ്പെക്ട് ചെയ്യുന്ന റിട്ടേൺ എന്ന് പറയുന്നത് ഒരു വർഷത്തിൽ 10% ആണ്. അതായത് 2,50,000ന്റെ 10% നമ്മൾ നോർമലി എക്സ്പെക്ട് ചെയ്യുന്നു. അപ്പോൾ 25,000 രൂപ ഒരു വർഷത്തേക്ക് നമുക്ക് പ്രോഫിറ്റ് കിട്ടണം എന്നാണ് അതിന്റെ മീനിങ്. ഓക്കെ, ഇനി 3 years ഓഫ് പർച്ചേസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അടുത്ത 3 വർഷം കൂടി ഇതേ നിലയിൽ നമ്മളെ ബിസിനസ് കണ്ടിന്യൂ ചെയ്യും എന്ന് നമ്മൾ ഉദ്ദേശിക്കുന്നത്. അപ്പോൾ ആ ഒരു വാല്യൂവിനാണ് നമ്മൾ ആക്ച്വലി എന്ത് വിളിക്കുന്നത്, ഗുഡ്വിൽ എന്നൊക്കെ വിളിക്കുന്നത്. ഓക്കെ, ഇത്രയും ഡീറ്റെയിൽസ് തന്നു കഴിഞ്ഞാൽ നിങ്ങൾക്ക് എങ്ങനെ ഗുഡ്വിലിന്റെ വാല്യൂ കണ്ടുപിടിക്കുക എന്നുള്ളതാണ് പറയുന്നത്. ഇതിനാണ് നമ്മൾ സൂപ്പർ പ്രോഫിറ്റ് മെത്തേഡ് എന്ന് പറയുന്നത്. ഓക്കെ, നിങ്ങൾ സാധാരണ പോലെ തന്നെ ഇത്രയും വർഷത്തെ, അതായത് 5 വർഷത്തെ ആവറേജ് പ്രോഫിറ്റ് കണ്ടുപിടിക്കുക. എങ്ങനെയാ, 30,000 40,000 32,000 28,000 20,000 കൂട്ടുക. അപ്പൊ എത്ര ആൻസർ കിട്ടും? ശരി, ഇത്രയും കാര്യങ്ങൾ ആഡ് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് 1,60,000 എന്ന ആൻസർ കിട്ടും. ആ 1,60,000നെ നിങ്ങൾ 5 കൊണ്ട് ഡിവൈഡ് ചെയ്ത് കഴിഞ്ഞാൽ 32,000 എന്ന് കിട്ടും. 32,000 ഇതായിരിക്കും ആവറേജ് ആനുവൽ പ്രോഫിറ്റ്. ഓക്കെ, ശരിക്കും നിങ്ങൾ ഈ ഒരു കാര്യം എഴുതുമ്പോൾ ആവറേജ് പ്രോഫിറ്റ് എന്ന് കൊടുത്തിട്ട് അതിന്റെ ഇക്വേഷൻ കൃത്യമായിട്ട് എഴുതണം കേട്ടോ. എന്ത്, ടോട്ടൽ പ്രോഫിറ്റ് ഡിവൈഡഡ് ബൈ നമ്പർ ഓഫ് ഇയേഴ്സ്. അത് എഴുതിയതിന് ശേഷമേ ശരിക്കും ഇത് എഴുതാൻ പാടുള്ളൂ. ഓക്കെ, നമ്മൾ ഒരുപാട് കാര്യങ്ങൾ ഇങ്ങനെ പറയുമ്പോൾ റിപ്പീറ്റ് ആയി അത് ലെങ്ത് കൂടും, അതുകൊണ്ടാണ് ഞാൻ ചുരുക്കിയത്. ഇനി എന്ത് ചെയ്യണം, ഈ ആൻസർ 32,000 കിട്ടിയല്ലോ. 32,000 ആണ് നമ്മൾ ആവറേജ് പ്രോഫിറ്റ്, നമ്മളെ ബിസിനസിന്റെ ആവറേജ് പ്രോഫിറ്റ്. ഇനി നമ്മൾ എക്സ്പെക്ട് ചെയ്തത് എത്രയാണെന്ന് ഇവിടെ പറഞ്ഞിട്ടുണ്ട്. 2,50,000 രൂപ ഇൻവെസ്റ്റ് ചെയ്തിട്ട് 10% നമ്മൾ എക്സ്പെക്ട് ചെയ്യുന്നു. ഇതാണ് ശരിക്കും രണ്ടാമത്തെ സ്റ്റെപ്പ് എന്ന് പറയുന്നത്. രണ്ടാമത്തെ സ്റ്റെപ്പ് അതായത് നോർമൽ റേറ്റ് ഓഫ് റിട്ടേൺ. നമ്മൾ 2.5 മുടക്കിയിട്ട് 10% എക്സ്പെക്ട് ചെയ്യുന്നു. അപ്പൊ എത്രയാ, 2.5 ഇൻറ്റു 10% അല്ലേ. അപ്പോൾ നിങ്ങൾക്ക് എത്ര കിട്ടും, 25,000 എന്ന് കിട്ടും. അപ്പൊ 25,000 ആണ് നിങ്ങൾ എക്സ്പെക്ട് ചെയ്യുന്നത്. പക്ഷെ ആക്ച്വലി വർക്ക് ചെയ്തപ്പോൾ ഒരു വർഷം കംപ്ലീറ്റ് ഇത്രയും 5 വർഷത്തെ ആവറേജ് പ്രോഫിറ്റ് എടുത്ത് നോക്കിയപ്പോൾ നിങ്ങൾക്ക് എത്ര കിട്ടി, 32,000 കിട്ടി. നിങ്ങൾ 25 പ്രതീക്ഷിച്ചിട്ട് 32,000 നിങ്ങൾക്ക് റിട്ടേൺ കിട്ടി. ഓക്കെ, അപ്പോൾ ഇനി നമുക്ക് എന്ത് ചെയ്യണം, ഇവിടെ സൂപ്പർ എത്രയാണ് സംഭവിച്ചത് കണ്ടുപിടിക്കണം. സൂപ്പർ പ്രോഫിറ്റ്. അപ്പൊ അതെങ്ങനെയാ, ആവറേജ് പ്രോഫിറ്റ് മൈനസ് നോർമൽ റേറ്റ് ഓഫ് റിട്ടേൺ, അല്ലെങ്കിൽ നോർമൽ പ്രോഫിറ്റ് എന്ന് എഴുതിയാൽ മതി. ഇപ്പൊ ആവറേജ് പ്രോഫിറ്റ് എത്രയാ, 32,000 മൈനസ് 25,000. ഓക്കെ, 7,000 എന്ന് ആൻസർ കിട്ടും. 7,000 ഇതാണ് സൂപ്പർ പ്രോഫിറ്റ്. ഇനി സൂപ്പർ പ്രോഫിറ്റ് കിട്ടിക്കഴിഞ്ഞാൽ ഇത് അടുത്ത 5 വർഷത്തേക്ക് കണ്ടിന്യൂ ചെയ്യുന്നത് നമ്മൾ എക്സ്പെക്ട് ചെയ്യുന്നു. അങ്ങനെയാണ് നമുക്ക് ഇവിടെ എന്തിട്ട്, അടുത്ത 3 വർഷത്തേക്ക് കണ്ടിന്യൂ ചെയ്യും എന്ന് നമ്മൾ ഈ ക്വസ്റ്റ്യൻ പ്രകാരം എക്സ്പെക്ട് ചെയ്യുന്നു. 3. അപ്പോൾ സൂപ്പർ പ്രോഫിറ്റ് ഇൻറ്റു 3 കൊടുത്തു കഴിഞ്ഞാൽ എത്ര കിട്ടും, 21,000 കിട്ടും. ഇതായിരിക്കും ഈ സ്ഥാപനത്തിനെ സംബന്ധിച്ചിടത്തോളം അവരുടെ ഗുഡ്വിലിന്റെ വാല്യൂ എന്ന് പറയുന്നത്. അപ്പൊ ആദ്യം എന്താ ചെയ്യേണ്ടത്, ആവറേജ് പ്രോഫിറ്റ് കാൽക്കുലേറ്റ് ചെയ്യുക, അത് കിട്ടും.
എന്നതിന് ശേഷം നോർമൽ റേറ്റ് ഓഫ് റിട്ടേൺ ക്വസ്റ്റിൻ്റെ അകത്ത് തന്നിട്ടുണ്ടാവും, ഇൻവെസ്റ്റ് ചെയ്ത പൈസ നമ്മൾ എക്സ്പെക്ട് ചെയ്യുന്ന റിട്ടേൺ അത് കണ്ടുപിടിക്കുക. അപ്പൊ അത് കിട്ടും. ഇനി നിങ്ങൾ എന്ത് ചെയ്യണം? സൂപ്പർ പ്രോഫിറ്റ് എന്നുള്ള മൂന്നാമത്തെ സ്റ്റെപ്പാണ് കാണേണ്ടത്. അത് കണ്ടുപിടിക്കണമെങ്കിൽ ഇപ്പം കണ്ടുപിടിച്ചിട്ടില്ല ആവറേജ് പ്രോഫിറ്റ് മൈനസ് നോർമൽ റേറ്റ് ഓഫ് റിട്ടേൺ അല്ലെങ്കിൽ നോർമൽ പ്രോഫിറ്റ്. സ്വാഭാവികമായിട്ടും അധികം എക്സ്ട്രാ കിട്ടിയത് 7000 ആണ്. അതിനാണ് നമ്മൾ സൂപ്പർ എന്ന് പറയാം. വിചാരിച്ചതിനേക്കാളും കൂടുമ്പോൾ സൂപ്പർ പ്രോഫിറ്റ് ഇൻറ്റു അത് അടുത്ത 3 വർഷത്തേക്കും കൂടി നമ്മൾ എക്സ്പെക്ട് ചെയ്യുന്നു. സ്വാഭാവികമായിട്ടും ഇൻറ്റു 3 21,000. ഇങ്ങനെ 4 സ്റ്റെപ്പാണ് ഇതിൽ ചെയ്യാനുള്ളത്. ഇതാണ് സൂപ്പർ പ്രോഫിറ്റ് പ്രകാരം വാല്യൂ ഓഫ് ഗുഡ് വിൽ കണ്ടുപിടിക്കുന്ന മെത്തേഡ്. ഓക്കെ, അപ്പൊ ഇത്രയും സംഭവം മനസ്സിലായിട്ടുണ്ടല്ലോ. ഇതുപോലെ ഒരുപാട് ക്വസ്റ്റ്യൻസ് ഉണ്ട് ടെക്സ്റ്റ് ബുക്കിൽ. നിങ്ങൾ എന്ത് ചെയ്യുക? റിപ്പീറ്റ് ചെയ്ത് ഇതുപോലെ ചെയ്ത് നോക്കുക. ഇതിൽ അങ്ങനെ വ്യത്യാസപ്പെടുന്ന സംഗതികളൊന്നും വരുന്നില്ല. ഇതാണ് നെക്സ്റ്റ് മെത്തേഡ് ആയിട്ടുള്ള ക്യാപിറ്റലൈസേഷൻ മെത്തേഡ്. ഈ ക്യാപിറ്റലൈസേഷൻ മെത്തേഡ് പറയുമ്പോൾ അതിൽ 2 മെത്തേഡ് ഉണ്ട്. ക്യാപിറ്റലൈസേഷൻ ഓഫ് ആവറേജ് പ്രോഫിറ്റും ക്യാപിറ്റലൈസേഷൻ ഓഫ് സൂപ്പർ പ്രോഫിറ്റും. അപ്പൊ ഈ പറഞ്ഞ 2 കാര്യവും നമ്മൾ ഓൾറെഡി കണ്ടുപിടിച്ച് കഴിഞ്ഞു. ആവറേജ് പ്രോഫിറ്റ് കണ്ടുപിടിക്കുന്ന അറിയാം, സൂപ്പർ പ്രോഫിറ്റ് കണ്ടുപിടിക്കുന്നതും നമുക്ക് അറിയാം. ഓക്കെ, അങ്ങനെയാണെങ്കിൽ ഈ തന്നിരിക്കുന്ന 2 കാര്യം ഉപയോഗിച്ചുകൊണ്ട് അതിനെ ക്യാപിറ്റലൈസ് ചെയ്യാം. വാല്യൂവിനെ ക്യാപിറ്റലൈസ് ചെയ്യുന്ന രൂപത്തിലേക്ക് എങ്ങനെ കാൽക്കുലേറ്റ് ചെയ്യാന്നുള്ളത് നോക്കാം. ഇപ്പൊ നിങ്ങൾ ക്യാപിറ്റലൈസേഷൻ മെത്തേഡ് പ്രകാരം ഫസ്റ്റ് വരയ്ക്കുമ്പോൾ ക്യാപിറ്റലൈസേഷൻ ഓഫ് ആവറേജ് പ്രോഫിറ്റ് ആണ്. ഈ ക്യാപിറ്റലൈസേഷൻ ഓഫ് ആവറേജ് പ്രോഫിറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് 2 സംഗതി വേണം. ടോട്ടൽ വാല്യൂ ഓഫ് ബിസിനസ്സും നെറ്റ് ടാഞ്ചിബിൾ അസറ്റും. ഓക്കെ, ടോട്ടൽ വാല്യൂ ഓഫ് ബിസിനസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് കണ്ടുപിടിക്കുന്ന ഇക്വേഷൻ ആണ് ഈ തന്നിരിക്കുന്നത്. അതായത് ടോട്ടൽ വാല്യൂ ഓഫ് ബിസിനസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് കണ്ടുപിടിക്കാനുള്ള ഇക്വേഷൻ ആണ് ആവറേജ് പ്രോഫിറ്റ് ഇൻറ്റു 100 ഡിവൈഡ് ബൈ നോർമൽ റേറ്റ് ഓഫ് റിട്ടേൺ. അപ്പോൾ ആവറേജ് പ്രോഫിറ്റ് എങ്ങനെയാണെന്നുള്ളത് നമുക്ക് കണ്ടുപിടിക്കുന്ന അറിയാലോ. ടോട്ടൽ പ്രോഫിറ്റ് ആ തന്നിരിക്കുന്ന ഇയറിൽ കംപ്ലീറ്റ് കൂട്ടുക ഡിവൈഡ് ബൈ ഇയർ. അപ്പോൾ ആവറേജ് പ്രോഫിറ്റ് കിട്ടും. അങ്ങനെ ആവറേജ് പ്രോഫിറ്റ് കിട്ടിക്കഴിഞ്ഞാൽ നോർമൽ റേറ്റ് ഓഫ് റിട്ടേൺ ക്വസ്റ്റിനകത്ത് തന്നിട്ടുണ്ടാവും. ഇപ്പോൾ 10% എക്സ്പെക്ട് ചെയ്യുന്നു അത്. അപ്പോൾ അത് അടിയിൽ എഴുതുക, 100 മുകളിൽ എഴുതുക. നമ്മൾ സാധാരണ എങ്ങനെയാ ചെയ്യുന്നത്? 10% ആണ് എക്സ്പെക്ട് ചെയ്യുന്നതെങ്കിൽ 10/100 എന്നാണ്. ഇവിടെ നേരെ തിരിച്ച് ചെയ്യുക, 100/10. അപ്പോഴാണ് അതിന് എന്ത് പറയുന്നത്? ക്യാപിറ്റലൈസേഷൻ എന്ന് പറയുന്നത്. ഓക്കെ, 100/10 എടുക്കുമ്പോഴാണ് ക്യാപിറ്റലൈസേഷൻ എന്ന് പറയുന്നത്. ക്ലിയർ? അപ്പോൾ അങ്ങനെയാവുമ്പോൾ ടോട്ടൽ വാല്യൂ ഓഫ് ബിസിനസ് കിട്ടും. ഇനി എന്ത് ചെയ്യണം? നിങ്ങൾ രണ്ടാമത് കണ്ടുപിടിക്കുന്നത് നെറ്റ് ടാഞ്ചിബിൾ അസറ്റ് ആണ്. നെറ്റ് ടാഞ്ചിബിൾ അസറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആ സ്ഥാപനത്തിന്റെ ഇൻടാഞ്ചിബിൾ ഐറ്റങ്ങൾ ഒക്കെ ഒഴിവാക്കിയിട്ടുള്ള ടോട്ടൽ അസറ്റ്. അപ്പോൾ ടോട്ടൽ അസറ്റ് എടുക്കുക, അതിൽ നിന്ന് നിങ്ങൾ എന്ത് ചെയ്യുക? പുറത്ത് ഔട്ട്സൈഡേഴ്സിന് കൊടുക്കാനുള്ള ലാബിലിറ്റീസിനൊക്കെ മൈനസ് ചെയ്യുക. ടോട്ടൽ അസറ്റ് ഓഫ് ദി ഫേം എടുക്കുക. അതെങ്ങനെയായിരിക്കണം? ആ സ്ഥാപനത്തിനുള്ള ടോട്ടൽ അസറ്റ് മൈനസ് ആ ബിസിനസ് പുറത്ത് ഔട്ട്സൈഡേഴ്സിന് കൊടുക്കാനുള്ള ടോട്ടൽ ലാബിലിറ്റി. ഓക്കെ, ടോട്ടൽ അസറ്റ് മൈനസ് ലാബിലിറ്റി അത്ര എടുത്താൽ മതി. അപ്പോൾ നെറ്റ് ടാഞ്ചിബിൾ അസറ്റ് കിട്ടും. ഇനി നമുക്ക് ഇവിടെ കുറച്ച് സാധനങ്ങൾ ഇവിടെ തന്നിട്ടുണ്ട്. ആവറേജ് പ്രോഫിറ്റ് ഈ ക്വസ്റ്റിനകത്ത് 80,000 നേരിട്ട് തന്നിട്ടുണ്ട്. നേരിട്ട് തന്നിട്ടില്ലെങ്കിൽ നമുക്ക് കണ്ടുപിടിക്കുന്ന അറിയാലോ, ടോട്ടൽ പ്രോഫിറ്റ് ഡിവൈഡ് ബൈ നമ്പർ ഓഫ് ഇയേഴ്സ്, അത് കണ്ടുപിടിക്കുന്ന അറിയാം. നോർമൽ റേറ്റ് ഓഫ് റിട്ടേൺ ഇവിടെ 10% ആണ്. അത് നമുക്ക് ഇവിടെ ആവശ്യമുണ്ട്. 100 എന്നുള്ള ഓൾറെഡി നമുക്ക് അറിയുന്ന കാര്യം തന്നെയാണ്. ഇനി അസറ്റ് എന്ന് പറയുന്നത് ടോട്ടൽ ഇവിടെ 7,50,000 ആണ്. ഈ സ്ഥാപനത്തിന്റെ ടോട്ടൽ അസറ്റ് 7,50,000 ആണ്. ഈ സ്ഥാപനം ടോട്ടൽ നമ്മൾ ഔട്ട്സൈഡേഴ്സിന് കൊടുക്കാനുള്ള ലാബിലിറ്റി എന്ന് പറയുന്നത് 1,50,000 ആണ്. ഓക്കെ, അപ്പോൾ അത് രണ്ടും നമുക്ക് ഇവിടെ തന്നിരിക്കുന്നത്. അത് തന്നു കഴിഞ്ഞാൽ നമുക്ക് ഇത് കണ്ടുപിടിക്കാൻ പറ്റും. ഇങ്ങനെയാണെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാം? ഇത്രയും സംഗതി വെച്ചുകൊണ്ട് നമുക്ക് എങ്ങനെ കണക്ട് ചെയ്യാം എന്നുള്ളത് നോക്കാം. അപ്പൊ നമുക്ക് ആദ്യം ടോട്ടൽ വാല്യൂ ഓഫ് ബിസിനസ് കണ്ടുപിടിക്കണം. ടോട്ടൽ വാല്യൂ ഓഫ് ബിസിനസ് എങ്ങനെയാ? ആവറേജ് പ്രോഫിറ്റ് അല്ലെ? ഈ ഇക്വേഷനോട് എഴുതുക. ആവറേജ് പ്രോഫിറ്റ് ഇൻറ്റു 100 ഡിവൈഡ് ബൈ നോർമൽ റേറ്റ് ഓഫ് റിട്ടേൺ. ആവറേജ് പ്രോഫിറ്റ് 50,000 ആണെന്ന് ക്വസ്റ്റ്യൻ നേരിട്ട് തന്നിട്ടുണ്ട്. 50,000 ഇൻറ്റു 100 ഡിവൈഡ് ബൈ 10. ഓക്കെ, അപ്പൊ സ്വാഭാവികമായിട്ടും 8 ലക്ഷം കിട്ടും. 8 lakh. ഇനി എന്ത് ചെയ്യണം? ടോട്ടൽ അസറ്റും ടോട്ടൽ ലാബിലിറ്റി ഇവിടെ തന്നിട്ടുണ്ട്. ഇത് രണ്ടും തന്നു കഴിഞ്ഞാൽ ഇതിൽ നിന്ന് ഇത് മൈനസ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് എന്ത് കിട്ടും? നെറ്റ് ടാഞ്ചിബിൾ അസറ്റ് കിട്ടും. ഓക്കെ, അപ്പോൾ നെറ്റ് ടാഞ്ചിബിൾ അസറ്റ് ഈക്വൽ ടു ടോട്ടൽ അസറ്റ് മൈനസ് ടോട്ടൽ ലാബിലിറ്റി. ടോട്ടൽ അസറ്റ് മൈനസ് ടോട്ടൽ ലാബിലിറ്റി എത്രയാ? 7,50,000 മൈനസ് 1,50,000. അപ്പോൾ 6 ലക്ഷം എന്ന് കിട്ടും. ഓക്കെ, ഇതാണ് എന്ത്? നെറ്റ് ടാഞ്ചിബിൾ അസറ്റ്. അപ്പൊ ടോട്ടൽ വാല്യൂ ഓഫ് ബിസിനസ് കിട്ടി 8 ലക്ഷം. നെറ്റ് ടാഞ്ചിബിൾ അസറ്റ് കിട്ടി 6 lakh. ഓക്കെ, ഇത് രണ്ടും കിട്ടിക്കഴിഞ്ഞാൽ നിങ്ങൾക്ക് എന്ത് ചെയ്യാം? നേരിട്ട് ഗുഡ് വിൽ കണ്ടുപിടിക്കാം. അതായത് ടോട്ടൽ വാല്യൂ ഓഫ് ബിസിനസ് എടുക്കാം മൈനസ് നെറ്റ് ടാഞ്ചിബിൾ അസറ്റ് എടുക്കുക 6 lakh. അപ്പോൾ 2 lakh എന്ന് ആൻസർ കിട്ടും. ഇതായിരിക്കും ഗുഡ് വിൽ. ഗുഡ് വിൽ സമം 2 lakh. അപ്പോൾ ഇവിടെ 2-3 സ്റ്റെപ്പ് ഉണ്ട്. നെറ്റ് ടോട്ടൽ വാല്യൂ ഓഫ് ബിസിനസ് കിട്ടണം, നെറ്റ് ടാഞ്ചിബിൾ അസറ്റ് കിട്ടണം.
ഇതെങ്ങനെയാണ് കണ്ടുപിടിക്കുന്നത്? നെറ്റ് വാല്യൂ ഓഫ് ബിസിനസ് കണ്ടുപിടിക്കാനുള്ള ഇക്വേഷൻ ആണ് ഇത്. അത് ക്യാപിറ്റലൈസേഷൻ എന്ന് പറയുമ്പോഴാണ് 100 ബൈ നോർമൽ റേറ്റ് ഓഫ് റിട്ടേൺ എന്ന് പറയുന്നത്. നിങ്ങൾ ക്വസ്റ്റിൻ്റെ അകത്ത് ക്യാപിറ്റലൈസേഷൻ എന്ന് തന്നിട്ടുണ്ടെങ്കിൽ 100 ഡിവൈഡ് ബൈ നോർമൽ റേറ്റ് ഓഫ് റിട്ടേൺ എന്ന് മനസ്സിലാക്കിയാൽ മതി. ഓക്കെ, ആവറേജ് പ്രോഫിറ്റ് ഇൻറ്റു 100 ഡിവൈഡ് ബൈ നോർമൽ റേറ്റ് ഓഫ് റിട്ടേൺ. ഇനി നെറ്റ് ടാഞ്ചിബിൾ അസറ്റ് കിട്ടും. നെറ്റ് ടാഞ്ചിബിൾ അസറ്റ് കിട്ടണമെങ്കിൽ ആ സ്ഥാപനത്തിന്റെ ടോട്ടൽ അസറ്റ് മൈനസ് ലാബിലിറ്റി. ഓക്കെ, അത്രയും കണ്ടുപിടിച്ച് കഴിഞ്ഞാൽ ടോട്ടൽ വാല്യൂ ഓഫ് ബിസിനസ് മൈനസ് നെറ്റ് ടാഞ്ചിബിൾ അസറ്റ് എടുക്കുക. ടോട്ടൽ വാല്യൂ ഓഫ് ബിസിനസ് മൈനസ് നെറ്റ് ടാഞ്ചിബിൾ അസറ്റ്. ഓക്കെ, 8 lakh മൈനസ് 6 lakh ദാറ്റ് ഈസ് ഈക്വൽ ടു 2 lakh. ക്ലിയർ? ഇത്രയേ ഇതിൽ പഠിക്കാൻ ഉള്ളൂ. ഇതാണ് ക്യാപിറ്റലൈസേഷൻ ഓഫ് ആവറേജ് പ്രോഫിറ്റ് എന്ന് പറയുന്നത്. ഇത് ക്യാപിറ്റലൈസേഷൻ മെത്തേഡിൽ ഒന്നാമത്തെയാണ്. ഇനി ക്യാപിറ്റലൈസേഷൻ ഓഫ് സൂപ്പർ പ്രോഫിറ്റ് ഉണ്ട്. അത് നമുക്ക് എങ്ങനെയാണ് ചെയ്യുന്നത് നോക്കാം. ഓക്കെ, ക്യാപിറ്റലൈസേഷൻ ഓഫ് സൂപ്പർ പ്രോഫിറ്റ് എന്ന് പറയുന്ന രണ്ടാമത്തെ ക്യാപിറ്റലൈസേഷൻ മെത്തേഡ് ചെയ്യണമെങ്കിൽ ഇത്രയും ഡീറ്റെയിൽസ് നമുക്ക് കണ്ടുപിടിക്കേണ്ടതായിട്ട് ഉണ്ട്. ഓക്കെ, ഇതിൽ ഭൂരിഭാഗം നമുക്ക് അറിയുന്നതാണ്. ആവറേജ് പ്രോഫിറ്റ് നമുക്കറിയാം കണ്ടുപിടിക്കുന്നത് എങ്ങനെയാണെന്ന്. രണ്ടാമത്താണ് ടോട്ടൽ ക്യാപിറ്റൽ എംപ്ലോയിഡ് എന്ന് പറയുന്ന സാധനം. ടോട്ടൽ ക്യാപിറ്റൽ എംപ്ലോയിഡ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആ സ്ഥാപനത്തിന്റെ മൊത്തം ക്യാപിറ്റൽ എത്ര എന്നുള്ള, അതായത് ടോട്ടൽ അസറ്റിൽ നിന്ന് ടോട്ടൽ ഔട്ട്സൈഡ് ലാബിലിറ്റി കുറച്ച് കഴിഞ്ഞാൽ ബാക്കിയുള്ളത് ക്യാപിറ്റൽ ആയിരിക്കും. ഓക്കെ, അങ്ങനെ ക്യാപിറ്റൽ കിട്ടിക്കഴിഞ്ഞാൽ നമുക്ക് നോർമൽ പ്രോഫിറ്റ് കണ്ടുപിടിക്കണം. അതായത് ക്യാപിറ്റൽ ഇൻറ്റു നോർമൽ റേറ്റ് ഓഫ് റിട്ടേൺ കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്ത് കഴിഞ്ഞാൽ നോർമൽ പ്രോഫിറ്റ് കിട്ടും. ഇനി സൂപ്പർ പ്രോഫിറ്റ് കണ്ടുപിടിക്കണം. സൂപ്പർ പ്രോഫിറ്റ് കണ്ടുപിടിക്കുന്നത് നമുക്കറിയാം, ഓൾറെഡി നമ്മൾ കണ്ടുപിടിച്ച് കഴിഞ്ഞു. ഓക്കെ, ഇനി ഗുഡ് വിൽ കണ്ടുപിടിക്കുക. ഈ സൂപ്പർ പ്രോഫിറ്റ് ഇൻറ്റു, അതായത് സൂപ്പർ പ്രോഫിറ്റ് കണ്ടുപിടിക്കുക 100 ഡിവൈഡ് ബൈ നോർമൽ റേറ്റ് ഓഫ് റിട്ടേൺ. അത് ഓൾറെഡി നമ്മൾ നോർമൽ റേറ്റ് ഓഫ് റിട്ടേൺ എന്നുള്ളത് നോർമൽ പ്രോഫിറ്റ് കണ്ടുപിടിക്കും. അത് ക്വസ്റ്റിനിൽ തരും നോർമൽ റേറ്റ് എത്രയാണെന്നുള്ളത്. അതായത് നമ്മൾ എക്സ്പെക്ട് ചെയ്യുന്ന റിട്ടേൺ ഓഫ് ഇൻവെസ്റ്റ്മെന്റ്, ദാറ്റ് ഈസ് നോർമൽ റേറ്റ് ഓഫ് റിട്ടേൺ. ഞാൻ ഇവിടെ ഒരു ചോദ്യം കാണിക്കാം. നിങ്ങൾ ഈ ചോദ്യം കൃത്യമായിട്ട് നോക്കി എഴുതിയെടുക്കാം. അപ്പോൾ അതിനുശേഷം നമുക്കത് ചെയ്യാം. ഓക്കെ, ചോദ്യം നോക്ക്. ഇവിടെ 2022 മുതൽ 2025 വരെയുള്ള 4 വർഷത്തെ ഒരു ബിസിനസിന്റെ പ്രോഫിറ്റ് തന്നിരിക്കുന്നത് 5000, 25,000, 65,000, 75,000. അപ്പോൾ എന്തുണ്ട്? ഈ സ്ഥാപനത്തിന്റെ ടോട്ടൽ അസറ്റ് 6,40,000 ആണ് തന്നിരിക്കുന്നു. ഔട്ട്സൈഡ് ലാബിലിറ്റി 1,40,000 ആണ് തന്നിരിക്കുന്നു. നോർമൽ റേറ്റ് ഓഫ് റിട്ടേൺ നമ്മൾ എക്സ്പെക്ട് ചെയ്യുന്നത് 6% ആണെന്ന് തന്നിരിക്കുന്നു. അപ്പൊ ഇത്രയും സാധനങ്ങൾ കണ്ടുപിടിക്കാനായിട്ടുള്ള എല്ലാ ഡീറ്റെയിൽസും നമുക്ക് ഇവിടെ തന്നു കഴിഞ്ഞിട്ടുണ്ട്. ഇനി നമുക്ക് എന്ത് ചെയ്യണം? ഫസ്റ്റ് ആവറേജ് പ്രോഫിറ്റ് കണ്ടുപിടിക്കണം. ഒന്നാമത്തത് ആവറേജ് പ്രോഫിറ്റ് നമുക്കറിയാം. ഇവിടെയുള്ള എല്ലാ പ്രോഫിറ്റും കൂട്ടുക, ഡിവൈഡ് ബൈ എത്ര ഇയർ ആണ്? 4 വർഷം തന്നിരിക്കും. 4 കൊണ്ട് ആയിരിക്കുക അല്ലെ, 1,80,000 കിട്ടും. 1,80,000 എന്നാണ് ടോട്ടൽ പ്രോഫിറ്റ് കിട്ടുക, ഡിവൈഡ് ബൈ 4. ഓക്കെ, അപ്പൊ എത്ര കിട്ടും? അതിന്റെ ആൻസർ 45,000 ആൻസർ കിട്ടും. ഇതിന്റെ ആൻസർ 45,000 കിട്ടും. 45,000. അപ്പൊ എന്ത് കിട്ടി? ആവറേജ് പ്രോഫിറ്റ് ഒന്നാമത്തെ സാധനം കിട്ടി. ഇനി നമുക്ക് ടോട്ടൽ ക്യാപിറ്റൽ എംപ്ലോയിഡ് ചെയ്യണം. അവിടെ ടോട്ടൽ ക്യാപിറ്റൽ എംപ്ലോയിഡ് കണ്ടുപിടിക്കാനുള്ള ഡീറ്റെയിൽസ് നമുക്ക് ഇവിടെ തന്നിരിക്കുന്നുണ്ട്. എന്ത്? അസറ്റും ലാബിലിറ്റിയും മൈനസ് ചെയ്യുക. അതായത് ഒരു സ്ഥാപനത്തിന്റെ ടോട്ടൽ അസറ്റും ടോട്ടൽ ലാബിലിറ്റിയും, അതായത് ടോട്ടൽ ലാബിലിറ്റി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ക്യാപിറ്റൽ ഒഴിച്ചിട്ടുള്ള ബാക്കിയുള്ള ലാബിലിറ്റി, ഔട്ട്സൈഡേഴ്സ് ലാബിലിറ്റി. ഓക്കെ, കുറച്ച് കഴിഞ്ഞാൽ ബാക്കിയുള്ളത് ക്യാപിറ്റൽ ആയിരിക്കും. അതിനാണ് ക്യാപിറ്റൽ എംപ്ലോയിഡ് എന്ന് പറയുന്നത്. അപ്പൊ ഇവിടെ തന്നിരിക്കുന്നുണ്ട് എത്രയാ? 6,40,000, 1,40,000 ആണ്. 6,40,000 നിന്ന് 1,40,000 കുറച്ച് കഴിഞ്ഞാൽ എത്രയാ? 5 ലക്ഷം കിട്ടും. അപ്പൊ ഇതായിരിക്കും രണ്ടാമത്തെ സ്റ്റെപ്പ്, അതായത് ക്യാപിറ്റൽ എംപ്ലോയിഡ് എന്ന് പറഞ്ഞിരിക്കുന്ന സ്റ്റെപ്പ്. ഇനി നോർമൽ റേറ്റ് ഓഫ് റിട്ടേൺ കണ്ടുപിടിക്കണം. മൂന്നാമത്തെ നോർമൽ റേറ്റ് ഓഫ് പ്രോഫിറ്റ്. അപ്പോൾ നോർമൽ പ്രോഫിറ്റ് എത്രയാന്നുള്ളത് ക്യാപിറ്റൽ എംപ്ലോയിഡ് കണ്ടുപിടിച്ചു. സ്വാഭാവികമായിട്ടും 6% ഇവിടെ നമുക്ക് നോർമൽ എക്സ്പെക്ട് ചെയ്യുന്നത്. അപ്പൊ എന്ത് ചെയ്യണം? 5 ലക്ഷത്തിന്റെ 6% കണ്ടുപിടിക്കുക. 5 ലക്ഷം ഇൻറ്റു 6/100. 1, 2, 3, 6, 30. അപ്പൊ നോർമൽ റേറ്റ് ഓഫ് റിട്ടേൺ 30,000 ആയിരിക്കും. ഓക്കെ, നമ്മൾ 5 ലക്ഷത്തിന്റെ മുകളിൽ 6% പ്രതീക്ഷിക്കുമ്പോൾ അത് എന്തുണ്ട്? 30,000 എന്നുള്ള ആൻസർ ആണ് കിട്ടുക. നമുക്ക് സൂപ്പർ പ്രോഫിറ്റ് എന്ന് പറയുന്ന നാലാമത്തെ മെത്തേഡ് കണ്ടുപിടിക്കണം. നാലാമത്തത് സൂപ്പർ പ്രോഫിറ്റ് കണ്ടുപിടിക്കാൻ നമുക്കറിയാം. ആവറേജ് പ്രോഫിറ്റും നോർമൽ പ്രോഫിറ്റും മൈനസ് ചെയ്താൽ മതി. ആവറേജ് പ്രോഫിറ്റ് ഒന്നാമത്തെ കിട്ടിയിട്ടുണ്ട് 45,000. അപ്പൊ 45,000 മൈനസ് ആവറേജ് പ്രോഫിറ്റ് നമുക്കിവിടെ നോർമൽ റേറ്റ് ഓഫ് റിട്ടേൺ തന്നിരിക്കുന്നത് 30,000 ആണ്. അപ്പൊ എത്രയാ? 15,000 എന്ന് കിട്ടും. ഇതായിരിക്കും നാലാമത്തെ സ്റ്റെപ്പ് ആയിട്ടുള്ള സൂപ്പർ പ്രോഫിറ്റ്. ഇനി അഞ്ചാമത്തെ സ്റ്റെപ്പ് നിങ്ങൾ നോക്ക്. ഗുഡ് വിൽ കണ്ടുപിടിക്കണമെങ്കിൽ ഈ സൂപ്പർ പ്രോഫിറ്റ് ഇൻറ്റു 100 ഡിവൈഡ് ബൈ നോർമൽ റേറ്റ് ഓഫ് റിട്ടേൺ. സൂപ്പർ പ്രോഫിറ്റ് ഓൾറെഡി നമുക്ക് കിട്ടിക്കഴിഞ്ഞു 5,000. അപ്പോൾ ഗുഡ് വിൽ കണ്ടുപിടിക്കണമെങ്കിൽ ഗുഡ് വിൽ സമം 15,000 ഇൻറ്റു 100 ഡിവൈഡ് ബൈ നോർമൽ റേറ്റ് ഓഫ് റിട്ടേൺ എന്ന് പറയുന്നത് എത്രയാ? അവിടെ 6%. 100/6. ഓക്കെ, 5,000 2,000 ഡിവൈഡ് ബൈ 6. 2,50,000 ആൻസർ കിട്ടും. 2,50,000. അപ്പൊ ഇതായിരിക്കും വാല്യൂ ഓഫ് ഗുഡ് വിൽ.
ഓക്കെ, ഇങ്ങനെ 5 സ്റ്റെപ്പ് പഠിച്ചു കഴിഞ്ഞാൽ ഇതിന്റെ ആൻസർ ആയി. ക്ലിയർ? അപ്പോൾ ക്യാപിറ്റലൈസേഷൻ ഓഫ് സൂപ്പർ പ്രോഫിറ്റ് മെത്തേഡ് ആണ് ഇത്. ഇതിലൊരു 5 സ്റ്റെപ്പ് ഉണ്ട്. നേരത്തെ സൂപ്പർ പ്രോഫിറ്റ് മെത്തേഡ് പ്രകാരം വാല്യൂ ഓഫ് ഗുഡ്വിൽ കണ്ടുപിടിക്കുന്നതിന് 4 സ്റ്റെപ്പാണ് ഉണ്ടായിരുന്നത്. അതും കൃത്യമായിട്ട് പഠിച്ച് വെക്കണം. ക്ലിയർ? അങ്ങനെയാണെങ്കിൽ ഈ മെത്തേഡോട് കൂടി ഗുഡ്വിൽ കാൽക്കുലേഷൻ മെത്തേഡ് ഞാൻ ഇവിടെ സ്റ്റോപ്പ് ചെയ്യാണ്. ഇത്രയും കാര്യങ്ങൾ നന്നായിട്ട് ചെയ്ത് പഠിക്കണം. പരീക്ഷയ്ക്ക് കൃത്യമായിട്ട് 4 മാർക്കിന് ചോദിക്കുന്നതാണ്, എക്സ്പെക്ട് ചെയ്യാൻ പറ്റുന്നതാണ്. അപ്പോൾ അടുത്ത ക്ലാസ്സിൽ മറ്റൊരു ടോപ്പിക്കായിട്ട് കാണുന്നവരെ എല്ലാവർക്കും ബൈ.